ഹലോ ഗുഡ് മോർണിംഗ് ചേച്ചി തോട്ടത്തിൽ ഏത് വളമാണ് താമരക്ക് യൂസ് ചെയ്യണമെന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചു. ഈ വളമാണ് യൂസ് ചെയ്യണം കേട്ടോ. NPK ഡാപ്പിനെയും കാട്ടും ഇത്തിരി നല്ലതാണ് കേട്ടോ. NPK നല്ല ഹെൽത്തിയായി ട്യൂബറൊക്കെ കിട്ടാനും നന്നായിട്ട് പ്ലാന്റ്സ് ഉണ്ടാകാനും വലിയ പൂക്കളിടാനും ഈ NPK സഹായിക്കും കേട്ടോ. വെള്ളത്തിൽ അലിയുന്നതാണ് ശരിക്കും. NPK ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് ആദ്യം പിങ്ക് കളറാണ്, ഉപ്പുപൊടി പോലെ. ഇപ്പോൾ വൈറ്റ് കളറിലാണ് കേട്ടോ. എനിക്ക് കളറ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് കുപ്പിയിൽ അടച്ച് വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സ്പൂണ് കണ്ടോ. ഇതിത്തിരി വലിയ സ്പൂണാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ പകുതിയോളം എടുക്കും. പകുതിയോളം എടുത്തിട്ട് ഇതുപോലെ പേപ്പറിലാക്കി മണ്ണിൻ്റെ ഉള്ളിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കും. നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. മിഡിലായിട്ട് ഇതുപോലെ ലീഫ് കണ്ടോ. ഫ്ലോട്ടിംഗ് ലീഫ് ഇത്തിരി വലുതാകുമ്പോഴാണ് NPK വെച്ച് കൊടുക്കണം. ചെറിയൊരു ലീഫ് വരുമ്പോൾ NPK വെക്കരുത്. അത് താമരയ്ക്ക് ദോഷം വരുത്തത്, കേടായി പോകും. ഇതുപോലെ വലിയ ലീഫ് വരുമ്പോൾ നമ്മൾ ഈ NPK ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് പേപ്പറിൽ പൊഞ്ഞ് നടുക്കായിട്ട് മണ്ണിൻ്റെ ഉള്ളിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ. മീനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. മീൻ അധികം ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയിട്ട് വെക്കണം, നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല വെയിലുള്ളപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്, മഴക്കാലത്ത് ചെയ്യരുത്. നല്ല വെയിലുള്ളപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ NPK വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റണ്ണറിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അധികം കൂടുതലും വെക്കാൻ പാടില്ല. ഐസ്ക്രീം കഴിക്കുന്ന ഒരു സ്പൂണിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മിക്കവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്